എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ചെറുപയർ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വാരി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വേവാൻ വയ്ക്കണം. അതിൻ്റെ കൂടെ കുക്കുംബർ, ക്യാരറ്റ്, ബോയിൽഡ് എഗ്ഗ്, പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതായത് മസാലകളൊന്നുമില്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഹെൽത്തി ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണ്. നമ്മളത് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരിത്തിരി മധുരം ആ സമയത്ത് ചേർത്ത് കൊടുക്കാം, തേങ്ങ ഇടുന്ന സമയത്ത്. ഇനി ഞാനൊരു പഴം കൂടെ ഈ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്നും നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പം ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഗീയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. ഗീയൊക്കെ ഇത്തിരിയേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ഇതിന് പകരം പുഴുങ്ങിയ പഴമാണെങ്കിൽ നേന്ത്രപ്പഴമാണെങ്കിലും മതി. ഞാൻ പിന്നെ എന്നും നേന്ത്രപ്പഴം പുഴുങ്ങി വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊന്ന് മാറ്റും. ഈ സമയത്ത് നമ്മൾ പയറിനകത്ത് പഞ്ചസാര ചേർക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തിരി ഷുഗർ ഇതിലൂടെ ചേർക്കാം, ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു പപ്പായ ജ്യൂസും കൂടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത പപ്പായ എടുത്ത് അതിൻ്റെ കുരുവും ഉള്ളിലെ നാരെല്ലാം കൂടെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇച്ചിരി പാലൊഴിക്കണം. മധുരമൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.